ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹംറാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട വെച്ചിട്ടുള്ള ഒരു കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കട്ട്ലേറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ മുട്ട വെച്ചിട്ടുള്ള കട്ട്ലേറ്റ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിലാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് മീഡിയം സൈസ് വലിപ്പത്തിലുള്ള 2 സവാള ഇതുപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സവാള മൊത്തത്തിൽ ഞാൻ ഈ ഒരു പാനിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവാള മൊത്തത്തിൽ ഞാൻ ഇതിലേക്ക് ഇട്ടതിന് ശേഷം എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഈ ഒരു സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിലാണ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി ഇവിടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഇഞ്ചിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇഞ്ചി ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചി ചതച്ചതോ അല്ലെങ്കിൽ അതിൻ്റെ പേസ്റ്റ് ആക്കിയിട്ടോ ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഇതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി എടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയുടെ അളവ് കൂടി പോകാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കൂടെ തന്നെയാണ് ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല എരിവുള്ള മുളകായതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എരിവ് കുറവുള്ള മുളകാണെങ്കിൽ ഒരു 4 എണ്ണം വരെയൊക്കെ എടുക്കണം കേട്ടോ, എങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ നല്ല എരിവുള്ളതായതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി സവാളയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വാടി കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. സവാള ഒരുപാട് കളറ് മാറി വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. സവാള നന്നായിട്ടൊന്ന് വാടി വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള മുട്ടയും അതുപോലെ ഉരുളക്കിഴങ്ങും ഒന്ന് റെഡിയാക്കി എടുക്കാം. മുട്ട കട്ട്ലേറ്റ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഈ ഒരു വലുപ്പത്തിലുള്ള 3 മുട്ട പുഴുങ്ങിയതിന് ശേഷം തൊലിയൊക്കെ ഒന്ന് പോക്കി എടുത്ത് വെച്ചിട്ടുള്ളതാണ് ഇതിപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാൻ അത്യാവശ്യം വലിപ്പത്തിലുള്ള 2 ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് വേവിച്ചതിന് ശേഷം ഇതുപോലെ ആക്കി എടുത്തിട്ടുള്ളതാണ് നന്നായിട്ട് ഉടച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇതുപോലെ നമുക്ക് ഈ ഒരു മുട്ടയും ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ട ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു സവാളയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാലകൾ കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ ഒരു പൊടിയുടെയൊക്കെ ഒരു പച്ചക്കുത്ത് മാറി കിട്ടുന്നത് വരെ നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ഇവിടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് അല്പം കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്ത് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ അല്പം പുതിനയില കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ അല്പം കൂടുതൽ മല്ലിയില കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് അങ്ങ് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെയാണ് ഇതിലേക്ക് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മുട്ട കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുന്ന സമയത്ത് ഞാൻ ഉപ്പിട്ടിട്ടാണ് ഇത് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾക്കിതിലേക്ക് ഉപ്പോ അതുപോലെ എരിവൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി.
എരിവിന് നിങ്ങൾ കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് വേറെ കുരുമുളക് പൊടിയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ആവശ്യത്തിനുള്ള എരിവൊക്കെ ഇതിലുണ്ട്. ഇത് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഉപ്പ് അല്പം കുറവായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഉപ്പിട്ടതിന് ശേഷം എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. എല്ലായിടത്തും ഒരുപോലെ ആവുന്ന രീതിയിൽ വേണം ഇത് ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഞാനിവിടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇത് പെട്ടെന്ന് ചൂടാറി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഞാൻ എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കയ്യിൽ ഇതുപോലെ പിടിച്ചു നോക്കുന്ന സമയത്ത് നമുക്കിതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതിനനുസരിച്ച് വേണം നമ്മൾ ഇതിലേക്ക് ബ്രെഡ് പൊടി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറി വരട്ടെ, അതുവരെ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ചൂടാറാൻ വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചെറുതായിട്ടൊന്ന് ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ അളവിൽ ബ്രെഡ് പൊടിച്ചതാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ബ്രെഡ് പൊടിച്ചത് ഇട്ടതിന് ശേഷം എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മൾ ബ്രെഡ് പൊടി ഇട്ടതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് ഒന്ന് പിടിച്ചു നോക്കണം കേട്ടോ. കട്ട്ലേറ്റിൻ്റെ രൂപത്തിലൊക്കെ ആക്കിയെടുക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ മാവ് എത്രത്തോളം ലൂസിലാണോ ഉള്ളത് അതിനനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ ഇവിടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കയ്യിൽ വെച്ച് ഒന്ന് ഉരുട്ടി നോക്കുന്ന സമയത്ത് അല്പം ലൂസിലാണ് കേട്ടോ ഇരിക്കുന്നത്. ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിലും കൂടി ബ്രെഡ് പൊടിച്ചത് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുകൂടി ഇട്ടതിന് ശേഷം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ ഇവിടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ട കട്ട്ലേറ്റിനുള്ള മാവ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഈ ഒരു കട്ട്ലേറ്റ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അല്പം ബ്രെഡ് പൊടിച്ചത് ആവശ്യമുണ്ട്. അതുപോലെ ഞാൻ ഒരു മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു മുട്ട നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് അങ്ങ് പൊട്ടിച്ചൊഴിക്കാം. ഈ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഞാനിതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു മുട്ട ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ കയ്യിലേക്ക് അല്പം വെളിച്ചെണ്ണയോ ഓയിലോ എന്തെങ്കിലും ഒന്ന് ആക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള മാവ് എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഉരുട്ടി കൊടുക്കാം. ഏത് ഷേപ്പിലാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു ഷേപ്പിലാക്കി എടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഒരു കട്ട്ലേറ്റിൻ്റെ ഒരു ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം വലിപ്പത്തിലാണോ വേണ്ടത് അതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് പരത്തിയതിന് ശേഷം ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ഞാൻ ആക്കിയെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ ഒരു കട്ട്ലേറ്റ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുട്ടയിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് പൊടിയിൽ മുക്കിയിട്ട് കോട്ട് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. ഇനിയിപ്പോൾ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഈ ഒരു കട്ട്ലേറ്റ് ആദ്യം തന്നെ മുട്ടയിൽ മുക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു ബ്രെഡ് പൊടിയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. മുട്ടയിൽ മുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഷേപ്പൊക്കെ പോകും കേട്ടോ. അതൊന്നും നോക്കണ്ട. ബ്രെഡിലിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ബ്രെഡിൽ മുക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം കേട്ടോ. നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് അതിനനുസരിച്ച് ചെയ്തെടുത്താൽ മതി. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതൊരെണ്ണം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കാം.
അപ്പോൾ ദാ ബാക്കിയുള്ളത് മൊത്തത്തിന് ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പോകുന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒരു 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ വെളിച്ചെണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഫ്രിഡ്ജിലൊന്ന് വെച്ചതിന് ശേഷം അല്ല കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്, അല്ലാതെ തന്നെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. നിങ്ങൾക്കിത് പൊട്ടിപ്പോകുന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നിങ്ങൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിപ്പോൾ പൊട്ടിപ്പോകുന്നൊന്നുമില്ല കേട്ടോ, നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ദാ ഒരു ഭാഗം റെഡി ആയതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ലൊരു ഗോൾഡൻ കളർ ആവുന്ന സമയത്താണ് കേട്ടോ ഞാനിത് തിരിച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. രണ്ട് ഭാഗവും ഒരുപോലെ ആവുന്ന സമയത്ത് നമുക്കിതൊന്ന് എണ്ണയിൽ മാറ്റാം. അപ്പോൾ ഈ ഒരു കളർ ആവുന്ന സമയത്ത് ഞാൻ എണ്ണയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളത് കൂടി നമുക്കിതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. മുട്ടയും അതുപോലെ ഉരുളക്കിഴങ്ങും ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി കട്ട്ലേറ്റ് ആണ് കേട്ടോ ഇത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കട്ട്ലേറ്റ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ.